ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂപോഡ്സ്. എടാ മക്കളെ, നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാമിന് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് കേട്ടോ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആടാ? ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്, ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ആൾജിബ്ര ആൻഡ് ലാസ്റ്റ് വൺ കമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് നമ്മുടെ ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻ, നെയിം ദ ടെക്നോളജി യൂസ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. എടാ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്? വാക്വം ട്യൂബ്സ്. എന്താടാ? വാക്വം ട്യൂബ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെ ജനറേഷൻ ഉണ്ട്? 1G, 2G, 3G, 4G, 5G അല്ലേ. വാക്വം ട്യൂബ്സ്, ട്രാൻസിസ്റ്റർ, IC, മൈക്രോ പ്രോസസ്സർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ 1Gയിൽ യൂസ് ചെയ്യുന്നത് വാക്വം ട്യൂബ്സ് ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, നെയിം ദ ആൻസിയൻ നമ്പർ സിസ്റ്റം വിത്ത് ലാർജസ്റ്റ് ബേസ്. നമ്പർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ബേസുള്ള ഏതാ? ബാബിലോണിയൻ അല്ലേ. 60 ആണ് അതിൻ്റെ നമ്പർ. ബാബിലോണിയൻ ഓർ സുമേറിയൻ നമ്പർ സിസ്റ്റം എന്നും പറയാം അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് ദ ബേസ് ഓഫ് സുമേറിയൻ നമ്പർ സിസ്റ്റം? ഇതന്നെയാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സുമേറിയൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്തായിരിക്കും? 60 ആയിരിക്കും കേട്ടോ. അപ്പം ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ? എന്താ ഫസ്റ്റ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ? ചാൾസ് ബാബേജ് ആണെങ്കിൽ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ചോദിച്ച് ഏതാ? ലേഡി അഗസ്റ്റ അല്ലേ. അഡാക്കിങ്, അഗസ്റ്റ അഡാക്കിങ് അല്ലേ. ലവ്ലേസ് അല്ലേ. അഗസ്റ്റ ലവ്ലേസ് അതാ മതി അല്ലേ. എങ്ങനെ മെൻഷൻ ചെയ്താലും മതി. അഗസ്റ്റ ലവ്ലേസ് ഒക്കെ ഒരേ ആളെന്നെ കേട്ടോ. യെസ്. തേർഡ് വൺ ഫിഫ്ത്ത് വൺ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ യൂസ് ഓഫ് എന്താ? യെസ്, എക്സാക്ട്ലി, ഫസ്റ്റ് ജനറേഷൻ വാക്വം ട്യൂബ്സ്. അപ്പം ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായി വരുന്നതാണ്. അപ്പം വാക്വം ട്യൂബ്സ്. ലാസ്റ്റ് വൺ ഈസ്, ഹു ഈസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ? ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്നുള്ള ടേം ആണെങ്കിൽ അലൻ ട്യൂറിംഗ് ആണ്. അപ്പോൾ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാ? ചാൾസ് ബാബേജ്. സെറ്റല്ലേ എന്നാൽ പോവാം. ഫസ്റ്റ് മെയിൻ ടോപ്പിക്കായിട്ട് 2 മാർക്ക് വെയിറ്റേജ് വരാവുന്ന എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താടാ? 2 മാർക്ക് ടൈപ്പിൽ വരുന്നതാണ്. ഹൂ ഈസ് ദ ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രം ഫോർ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. എന്താ ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ? ആ ഡയഗ്രമാണ്. ഏത് ഡയഗ്രം? CPU-ൻ്റെ ഒരു ഡയഗ്രം ഓർമ്മയുണ്ടോ? യെസ്, CPU-ൻ്റെ ഡയഗ്രത്തിൽ ഇവിടെ എന്തുണ്ടാവും? ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും. എന്തൊക്കെ വാല്യൂസാണ് കൊടുക്കേണ്ടത് അത് ഇൻപുട്ട് യൂണിറ്റ്. ഇവിടെ എന്തുണ്ടാവും? കൺട്രോൾ യൂണിറ്റ് ആണ്. C ഉണ്ടാവും, കൺട്രോൾ യൂണിറ്റ്. അതേപോലെ മെമ്മറി യൂണിറ്റ് ഉണ്ടാവും, മെമ്മറി പാർട്ട് ഉണ്ടാവും. മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ടാവും? ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടാവും. കൺട്രോൾ യൂണിറ്റ് അതേപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് അത് CPU എന്നുള്ള പാർട്ട്. ALU എന്നുള്ള ടേം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ALU എന്നുള്ള ടേമും ഇവിടെ ഉണ്ടാവും. CPU, ALU അല്ലെ, കൺട്രോൾ യൂണിറ്റ്, ALU. സോ നെക്സ്റ്റ് വൺ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദർ ഇൻവെൻഷൻ: മൈക്രോ പ്രോസസ്സർ, ട്രാൻസിസ്റ്റർ, വാക്വം ട്യൂബ്സ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇതിൻ്റെ ജനറേഷൻ അനുസരിച്ച് എഴുതാണെങ്കിൽ ഏതായിരിക്കും ഫസ്റ്റ് വരിക? ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത് വാക്വം ട്യൂബ്സ് ആണ്. വാക്വം ട്യൂബ്സ് എഴുതാം. രണ്ടാമതായിട്ട് എഴുതേണ്ടത് ട്രാൻസിസ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ജനറേഷനിൽ. തേർഡ് ജനറേഷനിൽ മൈക്രോ പ്രോസസ്സറാണ്, IC ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ആൻഡ് ഫൈനലി ഫോർത്ത് വൺ, മൈക്രോ പ്രോസസ്സർ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഷഫിൾ ചെയ്തിട്ട് പല രീതിയിലും വരും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഉടനീളം നിങ്ങൾ പഠിക്കേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ ജനറേഷനും ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ്. ഡിസ്ക്രൈബ് അബൌട്ട് എനി 3 ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ആ ടേബിള് വളരെ ഭംഗിയായിട്ട് സെറ്റാക്കി പഠിക്കാം. ഏതാ ടേബിള്? ഈ ഒരു ടേബിള് വൃത്തിയിൽ പഠിച്ചാൽ മതി. ഏതൊക്കെ ടേബിളിൽ ഉണ്ടാവുക? യെസ്, 1G, 2G, 3G, 4G, 5G. മക്കൾ പഠിക്കേണ്ടത് ഈ രീതിയിൽ കംപ്ലീറ്റ് ഒന്ന് പഠിച്ചു പോവാം അല്ലേ. നമുക്ക് 3 ചോദിച്ചിട്ടുള്ളൂ, ഏതെങ്കിലും എഴുതിയാൽ മതി. ടെക്നോളജീസ് എഴുതുമ്പം വാക്വം ട്യൂബ്സ് ആണ്. വാക്വം ട്യൂബ്. സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്ററാണ്.
തേർഡ് ജനറേഷനിൽ IC ആണ്. ഫോർത്ത് വൺ ഈസ് മൈക്രോ പ്രോസസ്സറാണ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ ഈസ് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇവിടെ ആണെങ്കിൽ ദർ ഈസ് നോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 1Gയിൽ നോ OS ആണ്, നോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇവിടെയും നോ OS ആണ്. ഇവിടെ പ്രസൻസ് ഓഫ് OS ഉണ്ട്, ഇവിടെയും ഉണ്ട് അല്ലേ. യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് 1G കാലഘട്ടത്തിൽ യൂസ് ചെയ്ത ലാംഗ്വേജ് ആണ് മെഷീൻ ലെവൽ ലാംഗ്വേജ് ആണ്. 2Gയിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജ്. തേർഡ് ജനറേഷനിൽ ഹൈ ലെവൽ ലാംഗ്വേജ്. റെഡി അല്ലേ? സെറ്റല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. സൈസ് വെച്ച് പറയുകയാണെങ്കിൽ സൈസ് 1Gയിൽ നിന്നും 2Gയിലേക്ക് കയറുമ്പോൾ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ കോസ്റ്റ് ഓർ സ്പീഡ് കൂടുക ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. യെസ്, ലാസ്റ്റ് ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ ആ ടേം ഓർത്ത് വെക്കേണ്ടത് അലൻ ട്യൂറിങ്ങിനെയാണ്. റെഡി? സോ ഫസ്റ്റ് ചാപ്റ്ററിന് വരുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. സെറ്റ് അല്ല? എന്നാൽ സെക്കൻഡ് ചാപ്റ്റർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ആൾജിബ്ര. നമ്മുടെ ഒരുപാട് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ തന്നെയാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ആൾജിബ്ര. 2 പാർട്ടാണ്. ഏതൊക്കെ 2 പാർട്ടാണ്? ഡാറ്റ റെപ്രസെൻറ്റേഷൻ പാർട്ടുണ്ട്, അതേപോലെ ബൂലിയൻ ആൾജിബ്ര പാർട്ടുണ്ട് അല്ലേ. ഡാറ്റ റെപ്രസെൻറ്റേഷൻ നോക്കാം ഫസ്റ്റ് അല്ലേ. ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഒന്ന് സെറ്റാക്കി നോക്കാം. എന്നവാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1 വേർഡുകളാണ്, കുറച്ച് 1 വേർഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ് ഇൻ എ നമ്പർ സിസ്റ്റം. സ്ഥിരമായി കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് സിമ്പിൾസ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ്. ആളുകളുടെ എണ്ണത്തിനെ പറയുന്ന പേരാണ് ബേസ് ഓർ റാഡിക്സ് എന്ന് പറയും. എന്താ ബേസ് ഓർ റാഡിക്സ്? എന്നാ പിടിച്ചോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ MSD LSD ഇൻ ദ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇങ്ങനൊരു നമ്പർ തന്നിട്ട് MSD LSD ചോദിക്കുകയാണെങ്കിൽ MSD എന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്. LSD എന്ന് പറഞ്ഞാൽ എന്താ? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്. അപ്പോൾ ഈ 1നെ പറയുന്ന പേരാണ് അല്ലേ, 1നെ പറയുന്ന പേരാണ് MSD എന്ന് പറയും. ഈ 5ന് ലാസ്റ്റത്തെ എലമെൻറ്റിനെ പറഞ്ഞ പേരാണ് LSD, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയും. സെറ്റല്ലേ? എന്നാ പിടിച്ചോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മറ്റൊരു കളറിൽ നമുക്ക് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ബേസ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ ഹെക്സാ എന്ന് പറഞ്ഞാൽ 6 ആണ്, ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ഈക്വൽ ടു 16 ആണ്. എന്നാ പിടിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് ആസ്കി. റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സിൽ 4 എലമെൻറ്റ്സ് ആണല്ലേ. ആസ്കി, ഇസ്കി, എപ്സിഡിക്, യൂണിക്കോഡ്. അപ്പം ആസ്കിൻ്റെ ഫുൾ ഫോം എന്താ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് ചെയ്ത ഒരു കോഡാണ് അല്ലേ. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ എന്തിനു വേണ്ടിയുള്ള? ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. ആശയവിനിമയം നടത്താൻ വേണ്ടി ലോകം അംഗീകരിച്ച ഒരു സ്റ്റാൻഡേർഡ് കോഡിനെ പറഞ്ഞ പേരാണ് ആസ്കി. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. എന്നാ പിടിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലോജിക് സർക്യൂട്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്. ഒരുപാട് ചെറിയ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് ഗേറ്റ് വാല. And last question, last 1 word. എന്താ? A gate is also known as a dash gate is also known as inverter. 3 ഗേറ്റ് ആണ് ബേസിക് ആയിട്ടുള്ളത്. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. അപ്പോൾ ആൻഡ് ഈസ് കോൾഡ് ആൻഡ് ആണോ? അല്ല, ഇൻവെർട്ടർ ആണ് ചോദിച്ചത്. സോ നോട്ട് ഈസ് കോൾഡ് എന്താടാ? ഇൻവെർട്ടർ. നെക്സ്റ്റ്, കൺവേർട്ട് ദ ഫോളോയിങ്. ഇങ്ങനൊരു നമ്പർ തന്നിട്ട് അതിന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് അല്ലേ. സാധാരണ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എന്താ? ഫസ്റ്റ് വൺ A 11011112 അല്ലേ. ഹെക്സാഡെസിമൽ നമ്പറാണ്, സോറി ബൈനറിയാണ് തന്നത്. ഈ ബൈനറിയുടെ എന്ത് കാണണം? ഈ ബൈനറിൻ്റെ ഡെസിമൽ കാണണം. ചെയ്യേണ്ട ടാസ്ക് ഇത്രേ ഉള്ളൂ. കോമൺ ടാസ്ക് 110111 ആണ് അല്ലേ. ഇതിൻ്റെ നേരെ 2ൻ്റെ പവർ ഇവിടെ പ്ലേസ് ചെയ്യാം. 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4,
2 raised to 5. So the answer is 1 into 2 raised to 5 plus 1 into 2 raised to 4 plus 1 into 2 square plus 1 into 2 raised to 1 plus 1 into 2 raised to 0. Answer is ഇത് 32 ആണ്, ഇത് 16 ആണ്. നേരെ ചെയ്ത് നോക്കിയാൽ മതി അല്ല, 0ലേക്ക് ആൻസർ ചെയ്യണ്ട. ഇത് 4 ആണ്, 2 ആണ്. ആൻസർ ഈസ് എന്താ 48 പ്ലസ് 2 50 55. ആൻസർ ഈസ് 55. ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ. എന്നാ പിടിച്ചോ, ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ? 715ൻ്റെ ബൈനറി കാണാനാണ് ചോദിച്ചത്. 715 ഒക്ടൽ നമ്പറിൻ്റെ ബൈനറി ഫൈൻഡ് ചെയ്യാൻ വി ക്യാൻ അപ്ലൈ ഷോർട്ട് കട്ട്സ്. എന്താ 715 ആണ്. 8ൽ നിന്നും 2ലേക്കുള്ള കണക്ഷൻ 3 ബിറ്റ് ഗ്രൂപ്പാണ്. 3 ബിറ്റ് ഗ്രൂപ്പ് ആകുമ്പം 7നെ 3 ബിറ്റാക്കി എഴുതുമ്പം 111, 1നെ 3 ബിറ്റാക്കി എഴുതുമ്പം 001, 5നെ 1 ബിറ്റാക്കി എഴുതുമ്പോൾ 3 ബിറ്റാക്കി എഴുതുമ്പോൾ 101. യെസ് സാറേ, ഇതെങ്ങനെ കിട്ടി? വാടാ മക്കളെ, നമുക്ക് ലൈവിൽ നമുക്ക് പൊളിക്കാം. റെഡി അല്ലേ? യെസ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 3 മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റേറ്റ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വി ഹാവ് 3 മെത്തേഡ്സ്. ഏതൊക്കെ 3 മെത്തേഡ്സ്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് പഠിക്കണം. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് ഉണ്ട്. അതേപോലെ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ഉണ്ട്. വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ഉണ്ട്. ലാസ്റ്റ് വൺ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡും ഉണ്ട്. 3 മെത്തേഡ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് വൺസ് കോംപ്ലിമെൻറ്റ്? വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ഡൗട്ട് അടിക്കണ്ട, ദ സൈൻ ബിറ്റ് ഈക്വൽ ടു 0 തന്നെയാണ്. അതല്ല നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ദ സൈൻ ബിറ്റ് ഈക്വൽ ടു, സൈൻ ബിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബിറ്റ് എം എസ് ഡി എന്താക്കി മാറ്റുക? 1 ആക്കി മാറ്റുക. വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അത് അതേപോലെ തന്നെയാണ്, നോ ചേഞ്ച് എന്നുള്ള രീതിയിലാണ്, ഒരു ചേഞ്ചും വേണ്ട, സൈൻ ബിറ്റ് ഈക്വൽ 0. എന്നാൽ നെഗറ്റീവ് ആണെങ്കിൽ റീപ്ലേസ് ഓൾ 0 by 1 ആൻഡ് 1 by 0. For the 2's complement there is no change. for ഏത് നമ്പറിന്? പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒരു ചേഞ്ചും ഇല്ല. അതർവൈസ് ജസ്റ്റ് ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെൻറ്റ് ആൻഡ് ആഡ് 1 to the വൺസ് കോംപ്ലിമെൻറ്റ്. 1 plus 1 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ആസ്കി, യൂണിക്കോഡ് ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. എന്നാ പഠിച്ചോ? ഫസ്റ്റ് വൺ ആരാ? ആസ്കി. ആസ്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം വൃത്തിയിൽ എഴുതാം. എന്താ ഫുൾ ഫോം? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. ഇത് രീതിയിൽ ഇൻ്റർചേഞ്ച്, ഇതിൻ്റെ പക്ക വൃത്തിയിൽ അതിൻ്റെ ഫുൾ ഫോം എഴുതാം. ഇതൊക്കെ അല്ലേ? അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത്, ഇത് ആസ്കി എന്ന് പറഞ്ഞാൽ എന്താ? റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടറാണ്. ഇത് യൂസസ് എത്ര ബിറ്റ്? യൂസസ് 7 ബിറ്റ് ആസ്കി ഉണ്ട്. 7 ബിറ്റ് ആസ്കി ആണെങ്കിൽ 2 raised to 7 that is 128 ക്യാരക്ടറാണ് അത് സപ്പോർട്ട് ചെയ്യാം. എന്നാൽ 8 ബിറ്റ് ആസ്കി ഉണ്ട്. 8 ബിറ്റ് ആസ്കി ആണെങ്കിൽ 2 raised to 8 that is it is support 256 characters. Now come to B section. B section എന്ന് പറഞ്ഞാൽ ആരാ? B യൂണിക്കോഡാണ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ കോഡ് എന്ന് പറയാം വേണമെങ്കിൽ. യൂണിവേഴ്സൽ കോഡ്സ് ഇറ്റ് യൂസസ്, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ മാത്രം പ്രത്യേകത യൂസസ് 16 ബിറ്റാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ? ഓരോന്നിനും 1 മാർക്കാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ആദ്യം എഴുതേണ്ടത് അതിൻ്റെ ബേസ് ഓർ റാഡിക്സ് തന്നെയാണ്. എക്സ എന്ന് പറഞ്ഞാൽ 6 ആണ്, ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10 ആണ്, അപ്പോൾ ടോട്ടൽ 16 ആണ്. ഏതൊക്കെ നമ്പേഴ്സ് അവരടാ? നമ്പേഴ്സ് 0 മുതൽ 15 വരെ ഉണ്ടാവും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. 0 1 2 3 4 5 6 7 8 9 ആൻഡ് 10ന് പകരം എ ബി സി ഡി ഇ എഫ്. 10 എ ആണ്, 11 ബി ആണ്, 12 സി ആണ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. എ അപ് ടു എഫ് വരെ. ആ എഫിൻ്റെ വാല്യൂ ആണ് 15. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? പ്രശ്നമുണ്ടോ? റെഡി അല്ലേ? സോ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഡ്യുവൽ ഓഫ് ദ ഫോളോയിങ് ബൂലിയൻ എക്സ്പ്രഷൻ. ഡ്യുവൽ കാണാൻ ചോദിച്ചാൽ, ഡ്യുവൽ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എ പ്ലസ് എ ബാർ ഈക്വൽ ടു 1 ആണ്. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റീപ്ലേസ്.
ജസ്റ്റ് റീപ്ലേസ് ഓൾ 0/1 ആൻഡ് 1/0. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ബാർ ഈക്വൽ ടു 1 എന്താ ചെയ്യുക? എ ഈക്വൽ ടു അല്ലേ, ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന രീതി എ തന്നെയാണ്. പ്ലസ് എന്തായി മാറൂടാ? ഡോട്ടായി മാറും. എ ബാർ തന്നെയാണ് ഈക്വൽ ടു 1/0. ദാറ്റ്സ് ഓൾ. എന്നാ പിടിച്ചോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ടെൻഷൻ ആവാനൊന്നുമില്ല. എ തന്നെ. ഡോട്ട് ഉള്ളത് പ്ലസ് ആവും, 1 ഉള്ളത് 0 ആവും അല്ലേ, 0 പ്ലസ് ഉള്ളത് അഗെയിൻ ഡോട്ട് ആവും. ഇവിടെ ബ്രാക്കറ്റ് അതേപോലെ വരും. എ ബാർ പ്ലസ് എന്നുള്ളത് ഡോട്ട് ആവും, 0 ഉള്ളത് 1 ആയി. ദെൻ ഡോട്ട്സ് എ ഈക്വൽ ടു 0. ടാസ്ക് ഈസ് ഓവർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്നെ കേൾക്കുന്ന എൻ്റെ മക്കൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. 0 വന്നാൽ 1 ആക്കുക, 1 വന്നാൽ 0 ആക്കുക, പ്ലസ് വന്നാൽ ഡോട്ട് ആക്കുക, ഡോട്ട് വന്നാൽ പ്ലസ് ആക്കുക. മക്കളെ മനസ്സിലായവർ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യണേ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, എന്നാ വാ. ഇഫ് എക്സ് ബേസ് 8 ഈക്വൽ ടു 10101111 ബൈനറി തന്ന്, അതിൻ്റെ സത്യത്തിൽ ഈ ബൈനറിയാണ് തന്നത് അല്ലേ? ആണോ? 101011 തന്നു. 101011 എന്നുള്ള ഇതിൻ്റെ ബൈനറിയാണ് തന്നത്. ഈ ബൈനറിയിൽ നിന്നും നമുക്ക് വേണ്ടത് അതിൻ്റെ ഒക്ടൽ കാണണം. ഇതിൻ്റെ ഒക്ടൽ കാണാൻ സിമ്പിളാണ്. 1011 ഇതിനെ 3 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. 3 കൗണ്ട് ചെയ്യാം. 1 2 3 1 2 3. അപ്പോൾ ഇതാരാ? 101 ഈസ് 5. 011 ആരാ? 3. അപ്പോൾ ആൻസർ ഈസ് 538 ആണ്. ഇതല്ല ചോദ്യം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? എക്സ് ഈക്വൽ ടു 5 3. ഇതേ ക്വസ്റ്റ്യൻ്റെ മറുകണ്ഠം മറ്റൊരു മുഖം ഈ ക്വസ്റ്റ്യനെ 101011നെ എത്രണ്ണം വൈ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 4 വെച്ച് കൗണ്ട് ചെയ്യും. റൈറ്റ് അല്ലേ? ഇവിടെ എക്സ്ട്രാ 2 0 പ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ മാറ്റി എഴുതണമെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെ മാറ്റി എഴുതുമ്പം ഇതിനെ 4 ബിറ്റാക്കി എഴുതും. എക്സ് അല്ലേ? 0000 അല്ലേ? 0011 എന്താ വരിക? 0011 0010 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1011 എന്താ വരിക? ബി ആണ് അല്ലേ? 10 + 1 11 ആണ്. 11 എന്ന് പറയുമ്പോൾ 2b. ഫൈനൽ ആൻസർ ഈസ് 2b. ഹെക്സാഡെസിമൽ നമ്പറാണ്. അപ്പോൾ നമ്മളോട് ഫൈൻഡ് ചെയ്യേണ്ടത് y ആണ്. അപ്പോൾ yൻ്റെ വാല്യൂ എന്താ? y ഈസ് ഈക്വൽ ടു 2b. ടാസ്ക് ഈസ് ഓവർ. ഇത്രേ ഉള്ളൂ. എന്നാ പിടിച്ചോ നെക്സ്റ്റ്. വിച്ച് ഗേറ്റ് ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്? ഏത് ഗേറ്റിനാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാം? യൂണിവേഴ്സൽ ഗേറ്റ് ആർ ഏതാ? NAND and NOR is called universal gate. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. വിച്ച് ഗേറ്റ് ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്? ഡ്രോ ദയർ സിമ്പിൾസ്. നാൻഡിൻ്റെ സിമ്പിൾ. നാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. നോട്ട് പ്ലസ് ആൻഡ് ആണ്. അപ്പോൾ ആദ്യം ആൻഡിൻ്റെ ഡയഗ്രം വരയ്ക്കാം. ഇതാണ് ആൻഡ്, അതിൻ്റെ കൂടെ ഒരു നോട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇതാണ് നാൻഡ്. എന്നാൽ നോറിൻ്റെ ഡയഗ്രം വരയ്ക്കാൻ ചോദിച്ച് അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷനോ വേറെ കാര്യങ്ങളോ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ആദ്യം ഓർ വരയ്ക്കുക, അതിൻ്റെ കൂടെ ഒരു നോട്ട് കൂടിയും കൊടുക്കാം. ടാസ്ക് ഈസ് ഓവർ. സെറ്റാണോ? എല്ലാവരും ഓക്കെ ആണോ? റെഡി ആണോ? എന്നാൽ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് ഇൻവല്യൂഷൻ ലോ. എന്താടാ? സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് ഇൻവല്യൂഷൻ ലോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ട ടാസ്ക് എന്താ? ആദ്യം തുടങ്ങേണ്ടത് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാ. എന്താ ഈ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ a + b അല്ലേ? അല്ലെങ്കിൽ x + y ഈക്വൽ ടു അല്ലെങ്കിൽ a + b എന്ത് ടേമായി എടുക്കാം? x + y ഈക്വൽ ടു y + x ആണ്. അതേപോലെ അതിൻ്റെ ഇൻവേർട്സ് എന്താ? അതിൻ്റെ ഡ്യുവൽ എന്താ? x.y ഈക്വൽ ടു y.x. ദിസ് ഈസ് എന്താ? കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇൻവല്യൂഷൻ ലോൻ്റെ കേസിലാണെങ്കിൽ ഇൻവല്യൂഷൻ ലോ എഴുതിയാൽ മതി കേട്ടോ. ഇൻവല്യൂഷൻ ലോ എന്ന് പറഞ്ഞാൽ എക്സ്, അതിൻ്റെ ബാർ, അതിൻ്റെ വീണ്ടും ബാർ കൊടുത്താൽ ആൻസർ ഈസ് എക്സ്. ദിസ് ഈസ് കോൾഡ് ഇൻവല്യൂഷൻ ലോ. 2 മാർക്കിനാണ്. തിയറമാണ് ചോദിച്ചത്. സോ ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രം ഫോർ ദ ഫോളോയിങ് എക്സ്പ്രഷൻ. ഇതിൻ്റെ ഒരു ഡയഗ്രം വരയ്ക്കാൻ ചോദിച്ചാൽ എക്സ്പ്രഷനാണ് എല്ലാം. എന്താണ്? a + b ഇൻറ്റു c + d. അതിൻ്റെ ഡയഗ്രം വരയ്ക്കാൻ ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് സിമ്പിളാണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റ് ആണ്.
ഇൻറ്റു എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റ് ആണ്. ബാർ കണ്ടാൽ അത് നോട്ടാണ്. അപ്പോൾ ആദ്യം എയും ബിയും, എ വരക്കുക ബി വരക്കുക. എ പ്ലസ് ബി എന്നാണ് എ പ്ലസ് ബി. ഓർ ഗേറ്റ് വരക്കാം എ പ്ലസ് ബി. ദെൻ സി പ്ലസ് ഡി ആണ്. സി പ്ലസ് ഡി. അപ്പം മറ്റൊരു ഓർ ഗേറ്റ് വരക്കാം. ദാ സി വരക്കാം ഡി വരക്കാം. ആൻസർ ഈസ് സി പ്ലസ് ഡി. പക്ഷേ സി പ്ലസ് ഡിക്ക് എന്തുണ്ട്? സി പ്ലസ് ഡിക്ക് ഇവിടെ നോട്ടുണ്ട്. ആണോ അല്ലേ? ഓൾ ബാർ ഉണ്ട്. അപ്പോൾ ഇതിനെ ബാർ ആക്കാൻ വേണ്ടി ദ നോട്ട് ഗേറ്റിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടുക. സോ ദ ആൻസർ ഈസ് സി പ്ലസ് ഡി ഓൾ ബാർ. ഈ രണ്ടു കൂടിയും ഇൻറ്റു ചെയ്യണം. രണ്ടു കൂടിയും ഇൻറ്റു ചെയ്യുമ്പം ഡി ഇടുക. രണ്ടു കൂടി ഇൻറ്റു ചെയ്യുക. യെസ്, ടാസ്ക് ഈസ് ഓവർ. അപ്പോൾ ആൻസർ എന്താ വരിക? എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഓൾ ഡാഷ്. ദാറ്റ്സ് ഓൾ. So write about any two method of representing characters in memory. മെമ്മറി ഇതാണ് ഈ ചാപ്റ്ററിനാണ് അത്രയും വെയിറ്റേജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ഇത് പഠിക്കണം. ഇത് ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണ്. ആസ്കി, ഈസ്കി, എബ്സിഡിക്, ആൻഡ് ഫൈനലി യൂണിക്കോഡാണ്. യൂണിക്കോഡ്സ്. അവിടെ ആസ്കി, ഇസ്കി, എബ്സിഡിക്, യൂണിക്കോഡ്സ്. എന്താ ആസ്കി? ആസ്കി ഫുൾ ഫോം എഴുതാം. ആസ്കി 8 ബിറ്റ് ആണ്. അതും 8 ബിറ്റ് ആണ്. ഇസ്കി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. എബ്സിഡിക് എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. ഇതും 8 ബിറ്റ് ആണ്. എന്നാൽ യൂണിക്കോഡ് ഈസ് 16 ബിറ്റ് ആണ്. യൂണിവേഴ്സൽ കോഡ് 16 ആണ്. യെസ്, ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെൻറ്റ് ആൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി -78. -78ൻ്റെ വൺസും ടൂസും കാണാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത് ആദ്യം ബൈനറി ഫൈൻഡ് ചെയ്യാം. ബൈനറി ഓഫ് 78. 78ൻ്റെ ബൈനറി ഫൈൻഡ് ചെയ്യാനുള്ള ടെക്നിക്ക് എല്ലാവർക്കും അറിയുന്ന ടേം തന്നെയാണ്. യെസ്, 1 അല്ല എന്താ വരിക? 78ൻ്റെ ബൈനറി ഫൈൻഡ് ചെയ്യാം. 1 2 1 2 4 8 16 32 64. ഇപ്പോൾ 64 വരണം. 64നോട് കൂടെ എത്ര ആഡ് ചെയ്താലാണ് 72 കിട്ടുക? 78 കിട്ടുക? 14ആണ്. 14 പറയുമ്പോൾ 8 4 2. യെസ്. കൺഫ്യൂഷൻ ഉള്ളവർ അവിടെ മക്കളെ നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ബൈനറി. ഈ ബൈനറി 1 2 3 4 5 6 7 ബിറ്റാണ്. സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടി 8 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതാണ് ബൈനറി ഓഫ് 78, പോസിറ്റീവ് 78. ഇനി അതിൻ്റെ വൺസാണ് കാണാൻ ചോദിച്ച്. വൺസ് കാണാൻ ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് ഇത്രേ ഉള്ളൂ. വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് -78 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റീപ്ലേസ് ഓൾ 0 by 1 and 1 by 0. അപ്പോൾ എന്താ വരിക? 1 0 1 1 0 0 0 1. എന്നാൽ ടൂസ് കോംപ്ലിമെൻറ്റ് കാണാൻ ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് ഇത്രേ ഉള്ളൂ. ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് -78 ഈക്വൽ ടു ജസ്റ്റ് വൺസിനോട് കൂടെ 1 ആഡ് ചെയ്താൽ മതി. 1 0 1 1 1 0 1 1 0 0 0 1 plus 1. ആൻസർ ഈസ് 1 plus 1 0 ആണ്. ക്യാരി 1. 1 plus 0 1 0 0 1 1 0 1. ടാസ്ക് ഈസ് ഓവർ. സെറ്റ് അല്ലേ? സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ലോജിക് ഗേറ്റ്സ് ആൻഡ് ഓർ നോട്ട്സ് വിത്ത് സിമ്പിൾ ആൻഡ് ട്രൂത്ത് ടേബിൾ. ആൻഡ് ഓർ അല്ലേ? ബേസിക് ഗേറ്റ്സ് ആണ്. ആൻഡ് എഴുതാം. ആൻഡിൻ്റെ സിമ്പിൾ ഡി ആണ്. ഒരു ഇൻപുട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ചോദിക്കുകയാണെങ്കിൽ ഇത് അത്രേ ഉള്ളൂ. എക്സ് ഇൻപുട്ട് ചെയ്യാം, വൈ ഇൻപുട്ട് ചെയ്യാം. എക്സ് ഡോട്ട് വൈ ആണ്. ആൻസർ ഈസ് 0 0 0 1 1 0 1 1. 0 into 0 0 0 into 1 0 1 into 0 0 1 into 1 1. ദാറ്റ്സ് ഓൾ. കം ടു ഓർ ഗേറ്റിലേക്ക്. ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ ജസ്റ്റ് ഒന്ന് വരക്കാം. ഇതാണ് ഓർ ഗേറ്റ്. അതിൻ്റെ എക്സ്പ്രഷൻ എക്സ് പ്ലസ് വൈ ആണ്. എക്സ് ഇൻപുട്ട് ചെയ്യാം, വൈ ഇൻപുട്ട് ചെയ്യാം. ആൻസർ ഈസ് എക്സ് പ്ലസ് വൈ. ഫൈനൽ ആൻസർ എന്താ വരിക? 0 0 0 1 1 0 1 1. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 plus 0 0 0 plus 1 1 1 1. എന്നാൽ ലാസ്റ്റ് വൺ നോട്ടാണ്. നോട്ട് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു സിമ്പിളേ ഉണ്ടാവുള്ളൂ, ഒരു ഇൻപുട്ടേ ഉണ്ടാവുള്ളൂ. എക്സ് ഇൻപുട്ട് ചെയ്താൽ എക്സ് ബാർ. ആൻസർ ഈസ് 0 1 1 0. റെഡിയല്ലടാ? സ്റ്റേറ്റ് ഡിമോർഗൻസ് തിയറം. എന്താ ഡിമോർഗൻസ് ലോ? ബ്രേക്ക് ദ ലൈൻ, ചേഞ്ച് ദ സൈൻ. അതേ സെയിം സാധനം. കോംപ്ലിമെൻറ്റ് ഓഫ് യൂണിയൻ ഓഫ് അല്ലേ? കോംപ്ലിമെൻറ്റ് ഓഫ് ദ യൂണിയൻ ഓഫ് ടു സെറ്റ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈൻ്റെ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു ദ ഇൻ്റർസെക്ഷൻ ഓഫ് എക്സ് ബാർ അല്ലേ? കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് എലമെൻറ്റ്. സിമിലർലി ഇത് എക്സ് ഇൻറ്റു വൈ ഇൻ്റർസെക്ഷൻ്റെ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു സെപ്പറേറ്റ് ചെയ്യുക അഡീഷൻ ഓഫ് യൂണിയൻ ഓഫ് കോംപ്ലിമെൻറ്റ്സ് ഓഫ് ഈച്ച് സെറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ചാപ്റ്റർ നമ്പർ 2.
മക്കളെ ചാപ്റ്റർ നമ്പർ 3 സെറ്റാക്കാം. ചാപ്റ്റർ നമ്പർ 3 തിയറി ചാപ്റ്ററാണ്, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ 3ലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പണൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ ഈസ് കോൾഡ്. ഡാറ്റനെ പ്രോസസ്സ് ചെയ്താൽ വി ഗെറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയും. രണ്ടാമത്തെ സെക്ഷൻ, നെയിം ദ രജിസ്റ്റർ ദാറ്റ് ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ, അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. നമുക്ക് 5 ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. MAR, MBR, IR, PC, അക്യുമുലേറ്റർ. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് ഒരൊറ്റ ആളുള്ളൂ. അതാരാ? MAR ആണോ? MBR ആണോ? PC, പ്രോഗ്രാം കൗണ്ടറാണ്. PC. ടാങ്കിബിൾ ആൻഡ് വിസിബിൾ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൽ തൊടാൻ പറ്റുന്ന എലമെൻറ്റിനെ പറഞ്ഞ പേരാണ് ഹാർഡ്വെയർ പാർട്സ്. ഹാർഡ്വെയർ. PCB സ്റ്റാൻഡ്സ് ഫോർ, PCBൻ്റെ ഫുൾ ഫോം എന്താ? പ്രിൻ്റ് ചെയ്ത സർക്യൂട്ട് ബോർഡ് അല്ലേ, പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡാണ്. PCB എന്ന് പറഞ്ഞാൽ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ്സ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് EEPROM. EEPROMൻ്റെ ഫുൾ ഫോം എന്താ? ഇലക്ട്രിക്കലി എറൈസബിൾ ആണ്. എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റോം കേട്ടോ. റോം എന്ന് ഇനി എഴുതേണ്ട ആവശ്യമുണ്ടോ? റീഡ് ഓൺലി മെമ്മറി. സോ മാർച്ച് 2024 ചോദിച്ച ചോദ്യമാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ്. MAR ഉണ്ട്, മെമ്മറി അഡ്രസ് രജിസ്റ്റർ. MBR ഉണ്ട്, മെമ്മറി ബഫർ രജിസ്റ്റർ. IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അക്യുമുലേറ്റർ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനെ സപ്പോർട്ട് ചെയ്യാൻ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് PC, പ്രോഗ്രാം കൗണ്ടർ. റൈറ്റ് ദ 2 ഡിഫറൻസ് ബിറ്റ്വീൻ RAM ആൻഡ് ROM. RAM ആൻഡ് ROM ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓർത്ത് വെച്ചോ, ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണ്. ഈ വരുന്ന 17, 12, 24 നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവും RAM വേഴ്സസ് ROM. ഷുവറാണ്. യെസ്, റാമും റോമും എന്താ? പെർഫോമൻസ് റാൻഡം ആക്സസ് മെമ്മറിയാണ്, റീഡ് ഓൺലി മെമ്മറിയാണ്. RAM എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഡിറ്റർമിൻ ചെയ്യാനാണ്. ഇത് ബൂട്ടിംഗ് പ്രോഗ്രാമാണ്. ഇത് വോളറ്റൈലാണ്, ഇത് നോൺ വോളറ്റൈലാണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോം? 4 ടൈപ്പ് റോമാണ്, അല്ല 3 ടൈപ്പ് റോമാണ്. റോമിനെ ബേസിക്കായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന 3 ടൈപ്പ് ഏതൊക്കെ? ഒന്ന് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ജസ്റ്റ് മാനുഫാക്ചർ ടൈമിൽ വൺസ് സെറ്റ് ചെയ്ത് വെച്ച എലമെൻ്റ് ആണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതെല്ലാം മായ്ക്കാൻ പറ്റുന്ന റോം. ഇറൈസബിൾ ആണെങ്കിൽ EEPROM ആണ്. ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. UV റേഡിയേഷൻ വഴിയാണ് അത് മായ്ക്കാൻ പറ്റുക, ഇറൈസ് ചെയ്യാൻ പറ്റുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇറ്റ് ഡൺ ബൈ ഇലക്ട്രിക്കലി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് മെമ്മറി ഡിവൈസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ സ്പീഡ്. 4 ടൈപ്പ് മെമ്മറി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്യാഷ്, RAM, ഹാർഡ് ഡിസ്ക്, രജിസ്റ്റർ. ഏറ്റവും സ്പീഡ് കൂടുതൽ ഏതാ? സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് CPU-ൻ്റെ ഉള്ളിലുള്ള മെമ്മറി, ദാറ്റ് ഈസ് കോൾഡ് രജിസ്റ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് ഏതാ കുറവ്? ക്യാഷാണ്. അതും കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക? RAM ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹാർഡ് ഡിസ്ക്. സെറ്റല്ലേ? എന്നാ പോവാം. എക്സ്പ്ലെയിൻ എനി 3 E-based disposal methods. ഷുവർ കട്ടാണ്, ഷുവറാണ്. ജസീം ഉറപ്പ് തരികയാണ്. യെസ്, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. E-based ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല. 4 മെത്തേഡ്സ് ആണ്: റീയൂസ്, റീസൈക്കിൾ, ഇൻസിനറേഷൻ ആൻഡ് ലാൻഡ് ഫില്ലിംഗ്. വാട്ട് ഈസ് ദ നീഡ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സർ? ഭാഷ കൈകാര്യം ചെയ്യാൻ ഏതൊക്കെയുണ്ട്? 2 ടൈപ്പ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണ്. ഏതൊക്കെ? കമ്പൈലർ ഉണ്ട്, കേട്ടിട്ടുണ്ടാവും, കമ്പൈലർ. സെക്കൻഡ് വൺ ഈസ് ഇൻ്റർപ്രട്ടർ. ആൻഡ് ഫൈനലി അസംബ്ലർ ആണ്. ഇത് 3ഉമാണ് അസംബ്ലർ. അപ്പോൾ കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ പണി എന്താ? കൺവേർട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ് അറ്റ് വൺസ്. ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യും. മാർച്ച് 2024 ചോദിച്ച ചോദ്യമാണ്. ഇൻ്റർപ്രട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺവേർട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ് ബൈ ലൈൻ മെത്തേഡാണ്. എന്നാൽ അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താ? അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ്. മക്കളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലൈവ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. യെസ്, എന്താ ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സർ? അസംബ്ലർ, ഇൻ്റർപ്രട്ടർ ആൻഡ് കമ്പൈലർ. യെസ്. വാട്ട് ആർ ദ 4 ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം?
ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ 4 ഫങ്ഷൻസ് പഠിക്കാനുള്ള എളുപ്പ വഴി ഇത്രേ ഉള്ളൂ. DFPM. എന്താ DFPM? ഡിവൈസ് മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ് ആൻഡ് മെമ്മറി മാനേജ്മെൻറ്റ്. ഇതാ പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ്. മക്കളെ, വാട്ട് യു മീൻ ബൈ ഫ്രീ വെയർ ആൻഡ് ഷെയർ വെയർ? ഫുൾ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഫ്രീ വെയർ ആണ്. അതല്ല, ലിമിറ്റഡ് വേർഷൻസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ എങ്കിൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ഷെയർ വെയർ. ഒരു 3 പോയിൻറ്റ്സ് എങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 3. അപ്പോൾ മക്കളെ സെറ്റല്ലേ? അപ്പോൾ 1, 2, 3 സെറ്റായില്ലേ? ഇനി നമ്മൾ ലൈവിൽ നമ്മൾ പൊളിക്കും. എക്സാമിൻ്റെ തലേ ദിവസം അല്ലേ, ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മുമ്പേ നമ്മളൊരു പാർട്ട് കൂടി. റെഡി അല്ലേ? സെറ്റല്ലേ? താങ്ക് യു.